അമേരിക്കയുമായി സൗദി അറേബ്യ $100 മില്യൺ ആയുധ കരാർ ഉണ്ടാക്കാൻ വേണ്ടി ഏറെക്കുറെ ധാരണയായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ട്രംപുമായിട്ടുള്ള സൗദി അറേബ്യയുടെ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് എന്നാണ് അറേബ്യൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കരാർ വ്യവസ്ഥ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ ഇസ്രായേൽ വിരുദ്ധ പരാമർശങ്ങളും നിലപാടുകളുമാണ് ഈ കരാർ വ്യവസ്ഥ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്ന് $110 മില്യൺ ആയിരുന്നു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പോൾ അത് $100 മില്യൺ ഏറെക്കുറെ പൂർത്തിയാവുന്ന രീതിയിലാണ്. ട്രംപുമായിട്ട് സൗദിക്ക് നല്ല ബന്ധമാണ്. അവിടുത്തെ ഭരണാധികാരികളായിട്ടും അവിടുത്തെ രാജ്യത്തിലെ വ്യവസായികളുമായിട്ടും വലിയ സൗഹൃദ ബന്ധം നിലനിർത്തുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം അധികാരത്തിലേറിയ ജനുവരി 20 തന്നെ ആദ്യം സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ്. സാധാരണഗതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റുമാർ അധികാരത്തിലേറുന്ന സമയത്ത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് സന്ദർശിക്കാറുള്ളത്. അത് ഒരു അറബ് രാജ്യത്തെ ആശ്രയിച്ചുകൊണ്ട് അല്ലെ അറബ് രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് അന്ന് തന്നെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് 2-3 ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം സൗദി അറേബ്യ പൂർത്തീകരിച്ച് കൊടുക്കണം എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ചൈനീസ് ബന്ധം കുറയ്ക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യമാണ്. റഷ്യയേക്കാളേറെ അമേരിക്ക ഭയപ്പെടുന്നത് ചൈനയാണ്. അപ്പോൾ അവരുടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക എല്ലാ കാലത്തും ചൈനയെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവരുടെ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടും ചുങ്കം ഏർപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചുങ്കം ലഭിച്ച രാജ്യം ചൈനയാണ്. 138%, പിന്നീട് 175% ചുങ്കം പ്രഖ്യാപിച്ചു. അത് ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ ചുങ്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ പേര് വരെ ഉണ്ട്. എന്നാൽ ചൈനക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതിൽ കരാർ വ്യവസ്ഥയിൽ ചില വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് നൽകപ്പെടുക എന്നുള്ളതാണ്. അതിൽ പറയുന്നത് C-130 സൈനിക വിമാനം ആ ലിസ്റ്റിൽ ഉണ്ട്. റഡാറുകളും ബോയിങ് വിമാനങ്ങളും ടാങ്കറുകളും, അതോടൊപ്പം തന്നെ MQ-9 ഡ്രോൺ, F-35 യുദ്ധവിമാനം. F-35 എന്നൊക്കെ 5ാം തലമുറയിൽപ്പെട്ട ഏറ്റവും നൂതന സംവിധാനവും ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി പാകത്തിൽ നിർമ്മിക്കപ്പെട്ട ഇന്ന് നിലവിൽ നിൽക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങളൊന്നാണ് F-35 എന്ന് പറയുന്നത്. ഇത് നൽകാനുള്ള ഒരു ധാരണ, ഇത് പല ഘട്ടങ്ങളിലും MQ-9 ഡ്രോണൊക്കെ സൗദി അറേബ്യ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അമേരിക്ക അത് നൽകാൻ വിസമ്മതിച്ചു. കാര്യം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇത്രയും സൈനികപരമായിരിക്കുന്ന ബലമുള്ള രാജ്യം ഇസ്രായേൽ അല്ലാതെ മറ്റൊരു രാജ്യം ഉണ്ടാവരുത് എന്നുള്ളത് അമേരിക്കക്ക് നിർബന്ധമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ചൈന ഏറെക്കുറെ അറേബ്യൻ മേഖലയിലേക്ക് അടുത്തിരിക്കുകയും അവരുടെ ഭൂമിയിലേക്ക് കയറുകയും ചെയ്തത് സാരമായിട്ടും വലിയ സാമ്പത്തിക നഷ്ടമുള്ള തരത്തിലുമാണ് അമേരിക്ക അതിനെ വിലയിരുത്തുന്നത്. ഈ മേഖലയിൽ തങ്ങൾക്ക് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ സ്വാധീനമോ ഇല്ലെങ്കിൽ ഏകദേശം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു 35% തകർന്നു പോകും എന്നവർ മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പതുക്കെ ചൈനയെ പുറത്താക്കണം, റഷ്യയും പുറത്താക്കണം, മുൻപുണ്ടായിരുന്ന സർവാധിപത്യം അമേരിക്കക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് അവരുടെ താല്പര്യമാണ്, ആഗ്രഹമാണ് എന്നുള്ള കാര്യമാണ് ഇതിനോടനുബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ വലിയൊരു വിമർശനം ഉണ്ടായത് ഒമാനെതിരെയായിരുന്നു. കാര്യം ജിദ്ദയിൽ കൂടിയ അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ചൈനക്ക് സൈനിക താവളം നിർമ്മിക്കാൻ വേണ്ടി ഭൂപ്രദേശം സൗജന്യമായി വിട്ടുകൊടുക്കുമെന്ന് ജിദ്ദയിലെ ഉച്ചകോടിയോടനുബന്ധിച്ച് ഒമാൻ പറഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ആഘാതം, ഞെട്ടലുണ്ടായി. പ്രതിഷേധം ആ ഭാഗത്ത് നിന്ന് നേരിട്ട് കൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഒമാനിലുള്ള അമേരിക്കയുടെ അംബാസഡറെ വിളിച്ചുകൊണ്ട് അമേരിക്കയുടെ ഗവൺമെൻറ് പ്രതിനിധി ഈ കാര്യം പറയുകയും അങ്ങനെ അംബാസഡർ ഇറാൻ സർക്കാരിൻ്റെ പ്രതിനിധിയെ ഈ വിവരം, ഒമാൻ സർക്കാരിൻ്റെ പ്രതിനിധിയെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാണ് അന്ന് റിപ്പോർട്ടൊക്കെ വന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഈ മേഖലയിലേക്ക് നമ്മുടെ ശത്രുഭാഗങ്ങൾ കയറുന്ന സമയത്ത് സ്വാധീനം കുറഞ്ഞു പോകുമെന്നൊരു ഭയപ്പാട് അമേരിക്കയ്ക്കുള്ളത് കൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാണ്.
അതിന് ഒരു നിർദ്ദേശം, ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് സൗദി അറേബ്യ മുഖാന്തരം. സൗദി അറേബ്യയോട് $100 ബില്യൺ ആയുധങ്ങൾ നിങ്ങൾ താല്പര്യപ്പെടുന്ന രീതിയിലൊക്കെ തരാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു പരിധി വരെ. അതിന് ഇസ്രായേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം തുടരണം. ഇതാണ് പ്രധാന വരയ്ക്കുന്ന ഉപാധികളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ റദ്ദാക്കപ്പെട്ട അബ്രഹാം കരാർ പുനഃസൃഷ്ടിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടിക്ക് സൗദി അറേബ്യ നേതൃത്വം നൽകണം. അതായത് സൗദി അറേബ്യ നേതൃത്വം നൽകുക എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ഇപ്പോൾ ഈ അബ്രഹാം കരാർ വ്യവസ്ഥയ്ക്ക് ഒരു ബന്ധവുമില്ല, അത് മുറിഞ്ഞു പോയതാണ്. ആ വ്യവസ്ഥയിൽ ബഹ്റൈനുണ്ട്, UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഖത്തറുണ്ട്, അറബ് രാജ്യങ്ങൾ, പരമാവധി രാജ്യങ്ങളൊക്കെ ഉള്ള ഒരു കരാർ വ്യവസ്ഥയാണ്. അപ്പോൾ ഈ കരാർ വ്യവസ്ഥ പുനരിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ നടത്തണം. പിന്നെ അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടപെടലുകളിലേക്ക് നിയന്ത്രണങ്ങൾ വേണം. അത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. ഗസയിൽ വല്ലാത്ത രീതിയിൽ വൈകാരികപരമായിരിക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലും സൗദി അറേബ്യ എടുക്കുന്നുണ്ട്. ആ നിലപാടിൽ നിന്ന് അയവ് വരണം. അതായത് ഏറെക്കുറെ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ഒരു നയനിലപാടുകൾ സൗദി അറേബ്യ സ്വീകരിക്കുകയാണെങ്കിൽ ഈ $100 ബില്യൺ ആയുധങ്ങൾ സൗദിക്ക് നൽകാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അമേരിക്ക പറയാതെ പറയുന്നത്. അപ്പോൾ ഇത് സൗദി അറേബ്യക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി അവരുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവരിതിന് പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏത് തരത്തിലാണ് പ്രതികരണം എന്നുള്ളത് പിന്നീട് പറയാമെന്ന് സൗദിയുടെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരവും പറയുന്നു. അപ്പോൾ ഇവരിപ്പോൾ ആവശ്യപ്പെട്ട $110 മില്യൺ ആയുധങ്ങൾ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് സൗദി അറേബ്യ ആവശ്യപ്പെടുകയും കരാർ ഉണ്ടാക്കുകയും പരസ്പരം ഈ കരാർ പത്രങ്ങൾ കൈമാറുകയും ചെയ്തു. ഇനി ഈ ആയുധങ്ങൾ കിട്ടേണ്ട കേസ് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അതായത് ബൈഡൻ്റെ അവസാന കാലവും ട്രംപിൻ്റെ ഇലക്ഷൻ്റെ സമയവുമാണ് അത് എന്നതിനാൽ പിന്നീട് അത് വ്യവസ്ഥ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് അതിൻ്റെ ഇടയിൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം വന്നു. അപ്പോൾ ഈ ആയുധവുമായിട്ട് കരാർ വ്യവസ്ഥകൾ തുടരാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച നടത്താനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഒട്ടും ഉണ്ടായിട്ടില്ല. കാരണം യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇസ്രായേലിന് എല്ലാ സമയത്തും സഹായിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പലസ്തീന് പിന്തുണയാണ്, ആയുധപരമായിട്ടല്ലെങ്കിൽ പോലും അവരുടെ യുദ്ധങ്ങൾ നിരീക്ഷിക്കുകയും അതിനാവശ്യപരമായിരിക്കുന്ന നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു തരത്തിലും അമേരിക്കയെ സഹായിക്കില്ലെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തുറന്നു പറഞ്ഞത് സൗദി അറേബ്യയാണ്. ആ രീതിയിൽ ആ വിഷയങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ പറയുന്നതിൽ ഇങ്ങനെയാണ്. ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബൈഡൻ നിർത്തിവെച്ചിരിക്കുന്ന കരാർ വ്യവസ്ഥ പുനരിൽ എടുത്തുകൊണ്ട് $100 ബില്യൺ ആയുധങ്ങൾ നൽകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അമേരിക്കയുടെ നിലപാടുകൾ. അതിന് ഈ കരാർ വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ നയതന്ത്ര ബന്ധം ഉണ്ടാക്കണം എന്ന് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം ഒരു കാലത്തും സൗദി അറേബ്യ അംഗീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. കാര്യം സൗദി അറേബ്യ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് നയതന്ത്ര ബന്ധം തുടരണമെങ്കിൽ പാലസ്തീൻ സ്വാതന്ത്ര്യമാവുകയല്ലാതെ മറ്റ് യാതൊരു പോംവഴികളുമില്ല. അത് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് UN സഭ പാസ്സാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം എന്നാണോ ഇസ്രായേലിൻ്റെ തലയിൽ ഉദിക്കുന്നത് അന്ന് മാത്രമേ സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാവൂ എന്ന് പറഞ്ഞതിനാൽ ഈ ഒരു വിഷയത്തിൽ $100 ബില്യൺ ബന്ധപ്പെട്ട ആയുധ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരിക്കലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പിന്നെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ആയുധങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കൂടിയാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചത് എന്ന് ഇപ്പോൾ നമ്മൾ ഊഹിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാര്യം രാഷ്ട്രത്തലവന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിൻ്റേതായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിക്കൂട്ടും. ഓരോരുത്തർ സാധാരണക്കാരെ നേരെ വരുന്ന സമയത്ത് കാണുന്നത് ഈ ഭരണാധികാരികളൊക്കെ വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ കണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നിലപാട് ഒരു പക്ഷേ അമേരിക്ക മാറ്റിപ്പറയാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ ഭാവിയിൽ തങ്ങളുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ആയുധങ്ങൾ നൽകാൻ റഷ്യയുടെയും ചൈനയുടെയും സഹായം ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചത് എന്ന് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ബോധ്യമാവുന്ന കാര്യമാണ്. രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും അത് തുറന്നു പറഞ്ഞിട്ടില്ല.
തുറന്നു പറയാനുള്ള സാധ്യതകൾ കുറവാണ്. ചില കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്ത് പറയാറില്ല, അല്ലെ പുറത്ത് അറിയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായിരുന്നാലും അമേരിക്കയുടെ തന്ത്രം സൗദി അറേബ്യയുടെ മേൽ ഇപ്പോഴും വിജയിക്കാനുള്ള സാധ്യത തീരെ കുറവായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.